ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറം പകരാൻ വർണ്ണ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയുമെല്ലാം വിപണിയിൽ സുലഭമായി. വർണ്ണ വിളക്കുകളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് പാപ്പാമാരും വ്യാപാര സ്ഥാപനങ്ങളിൽ വർണ്ണ കാഴ്ചയൊരുക്കുകയാണ്. പുതിയ മോഡലുകൾക്കാണ് ആവശ്യക്കാരേറെയെന്ന് വ്യാപാരികൾ പറയുന്നു. ക്രിസ്മസ് അടുത്തതോടെ ക്രിസ്മസ് വിപണി സജീവമായി. നക്ഷത്രങ്ങളാണ് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും വിപണിയിലെ താരങ്ങൾ. പേപ്പർ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ പുതിയ മോഡലുകൾ അടക്കം ഇത്തവണ വിപണിയിലെത്തിക്കഴിഞ്ഞു. 150 രൂപ മുതൽ 2000 രൂപ വരെയുള്ള നക്ഷത്രങ്ങളാണ് ഇത്തവണ വിപണിയിലെത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പുൽക്കൂട് ഒരുക്കുന്നതിനും വീട് അലങ്കരിക്കുന്നതിനുമുള്ള രൂപങ്ങൾ, ക്രിസ്മസ് ട്രീ, അലങ്കാര വസ്തുക്കൾ, LED കളർ ബൾബുകൾ, തോരണങ്ങൾ എന്നിങ്ങനെ എല്ലാവിധ സാധന സാമഗ്രികളും പുതിയ രൂപത്തിൽ വിപണിയിലെത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ക്രിസ്മസ് വിപണിയിൽ നല്ല കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ക്രിസ്മസിന് ഇനി വെറും 10 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു ഉണർവ് നന്നായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാലാവസ്ഥ അനുകൂലമായിരുന്നു, അതുകൊണ്ട് നല്ലൊരു ഉണർവ് മാർക്കറ്റിൽ കാണുന്നുണ്ട്. പണ്ടൊക്കെ പേപ്പർ സ്റ്റാർ മാത്രമുള്ളായിരുന്നു, 1-ാം തീയതി പേപ്പർ സ്റ്റാർ തൂക്കുന്നൊരു കൺസെപ്റ്റായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പം പേപ്പർ സ്റ്റാറിൻ്റെ എൻക്വയറി, പഴയ ആൾക്കാർ പേപ്പർ സ്റ്റാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും LED സ്റ്റാറിൻ്റെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. LED സ്റ്റാർ ആണെങ്കിൽ വിവിധ വർണ്ണങ്ങളിലും വിവിധ ഡിസൈനിലും 82 ഡിസൈനുള്ള സ്റ്റാർ വരെ മാർക്കറ്റിലുണ്ട്. അതിലൊരു ആവറേജ് ഒരു 1000-1200 റേഞ്ചിലാണ്. അതിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം പണ്ട് ഒരു സ്റ്റാർ തൂക്കിയെടുത്ത് ഇപ്പം വീടിന് ചുറ്റും സ്റ്റാർ തൂക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വന്ന് ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ ലൈവായി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ തെറ്റിച്ച് ഫോട്ടോ ഇടാൻ വേണ്ടി വീട് മുഴുവൻ അലങ്കരിക്കുന്ന രീതിയിലോട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ LED ലൈറ്റുകളുടെ ഒരു മായ ലോകം തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ചൈനീസ് വിപണി ഭയങ്കരമായ രീതിയിൽ ചെറിയ റേറ്റിൽ ഇപ്പം 100-150 രൂപ തൊട്ട് 3000-4000 വരെയുള്ള LED ലൈറ്റുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അത് മാസങ്ങൾ മുമ്പേ, 2 മാസം മുമ്പേ മാർക്കറ്റിലായി തുടങ്ങി. ക്രിസ്മസ് ട്രീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ LED ലൈറ്റ്സിൻ്റെ ക്രിസ്മസ് ട്രീകളാണ്. പഴയ ഓർഡിനറി ട്രീകൾ ഇപ്പോൾ ആർക്കും വേണ്ട. എല്ലാ ഇച്ചിരി ഒരു 3000-4000 രൂപ റേഞ്ചിലുള്ള ട്രീകളാണ് കൂടുതൽ ആൾക്കാർ എൻക്വയറി. അതിനൊരു വലിയ വിപണിയാണ് ഇപ്പോൾ കാണുന്നത്. പുൽക്കൂടുകൾ ഒരു 250 രൂപ തൊട്ട് ഒരു 4000 വരെയുള്ള പുൽക്കൂടുകളുണ്ട്. ഒരു 1000 രൂപയ്ക്ക് അത്യാവശ്യം വലുപ്പമുള്ള പുൽക്കൂട് കിട്ടും. ചൂരലിൻ്റെ പുൽക്കൂടാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഡിമാൻഡുള്ളത്. പിന്നെ ഓല മേഞ്ഞതും പുല്ല് മേഞ്ഞതും അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള സാധനങ്ങളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ഇപ്പോൾ കുറവായി തുടങ്ങി. പണ്ടെന്ന് പറഞ്ഞാൽ ഡിസംബർ തുടങ്ങുമ്പോൾ മാത്രമേ ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുന്നുള്ളായിരുന്നു. ഇപ്പം നവംബർ തൊട്ടേ ആൾക്കാർ സാധനങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങി. എല്ലാ സാധനങ്ങളും ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ ഷോർട്ടായി തുടങ്ങിയിട്ടുണ്ട്. LED നക്ഷത്രങ്ങൾ വന്നതോടെ വീടുകളിലും മറ്റും കൂടുതൽ കാലം ഉപയോഗിക്കാമെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ LED നക്ഷത്രങ്ങൾ വാങ്ങുന്നവർക്ക് ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും ഉപയോഗിക്കാനാവും. സാധാരണക്കാരെ ലക്ഷ്യം വച്ചുള്ള ക്രിസ്മസ് സാമഗ്രികളും വിപണിയിലെത്തി. ക്രിസ്മസ് പാപ്പായുടെ കുപ്പായം തുടങ്ങി എല്ലാം വിപണിയിൽ നിരന്നു കഴിഞ്ഞു. യുവാക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന LED ലൈറ്റുകളാണ് ഇത്തവണ വിപണിയിൽ നിരന്നത്. LED സ്റ്റാറുകൾ, LED ബൾബുകൾ, മെഴുകുതിരികൾ, LED ഉപയോഗിച്ചുള്ള ചെറിയ മാലാഖകൾ, ചെറിയ ടേബിൾ ട്രീ എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ആരാധനാലയങ്ങൾ ഉൾപ്പെടെ നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമെല്ലാം ഒരുക്കാൻ ആരംഭിക്കുന്നതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക വ്യാപാരികളും പറയുന്നത്. വിവിധ വർണ്ണത്തിലുള്ള നക്ഷത്ര വിളക്കുകളും അലങ്കാര ബൾബുകളും നഗരങ്ങളിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ പ്രതീക്ഷയുടെ പ്രകാശം കൂടിയാണ് പകർന്നു നൽകുന്നത്. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.